എൻ്റെ പേര് ശിശിര. ഞാൻ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ തേർഡ് ഇയർ ബികോം സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ റോൾ നമ്പർ 47. ഞാൻ എടുക്കാൻ പോകുന്നത് വാല്യുവേഷൻ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷനിലെ സോൾവ്ഡ് പ്രോബ്ലം ആണ്. റെൻറ്റ് ഫ്രീ അക്കോമഡേഷനിൽ ഒരു പ്രോബ്ലം ചെയ്യാം. മിസ്റ്റർ എക്സ് ഹാസ് എ ഫോളോവിംഗ് സാലറി സ്ട്രക്ചർ. ബേസിക് സാലറി ₹3,000 per month. Entertainment allowance ₹1,000 per month. DA given under the terms of employment ₹1,000 per month. Bonus ₹4,000 per annum. He has been provided a rent-free accommodation in Bangalore. താഴെ കൊടുത്തിട്ടുള്ള ഫർണിച്ചർ ഡീറ്റെയിൽസ് ആണ്. അതിൽ ഹയർ ബൈ എംപ്ലോയീസിൻ്റെ റെൻറ്റ് ചാർജും ഓൺഡ് ബൈ എംപ്ലോയീസിൻ്റെ ആക്ച്വൽ കോസ്റ്റും കൊടുത്തിട്ടുണ്ട്. അതിൽ ഫ്രിഡ്ജ് ഹയർ ചെയ്തിട്ടുള്ള റെൻറ്റ് ചാർജ് 1,000ഉം ടേബിൾ ഹയർ ചെയ്തത് ഓൺഡ് ബൈ എംപ്ലോയീസ് ആണ്. അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് പറയുന്നത് 3,000 ആണ്. അതർ ഫർണിച്ചർ കൊടുത്തിട്ടുള്ളത് ഹയർ ബൈ എംപ്ലോയിൻ്റെ റെൻറ്റ് ചാർജ് 2,000ഉം ഓൺഡ് ബൈ എംപ്ലോയിൻ്റെ ആക്ച്വൽ കോസ്റ്റ് 4,000 ആണ്. പിന്നെ പറയുന്നത് വാല്യൂ ഓഫ് അക്കോമഡേഷൻ കാൽക്കുലേറ്ററിനാണ്. അതിൽ 2 കേസ് തന്നിട്ടുണ്ട്. ആ 2 കേസിലും വാല്യൂ ഓഫ് അക്കോമഡേഷൻ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റത്തത് ദ എംപ്ലോയി ഓൺ സച്ച് അക്കോമഡേഷൻ. രണ്ടാമത്തത് ദ എംപ്ലോയി ഹയർ സച്ച് അക്കോമഡേഷൻ അറ്റ് ₹750 പെർ മന്ത്. ഫസ്റ്റ് ആ ഒരു അക്കോമഡേഷൻ പ്രോപ്പർട്ടി എംപ്ലോയിയുടെ സ്വന്തമാണെങ്കിൽ രണ്ടാമത്തെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഹയർ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ പെർ മന്ത് എംപ്ലോയർ ഫേസ് ചെയ്യുന്ന റെന്റ് 750 തന്നിട്ടുണ്ട്. ഇനി സൊല്യൂഷൻ കാണാം. സാലറി ഫോർ ദ പർപ്പസ് ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആണ് ഫസ്റ്റ് കണ്ടത്. ക്വസ്റ്റനിൽ കൊടുത്തിട്ടുള്ള സാലറീസ് നോക്കാം നമുക്ക്. ഫസ്റ്റത്തെന്ന് പറയുന്നത് ബേസിക് സാലറിയാണ്. അത് 3,000 രൂപ. അത് 12 ഇൻറ്റു ചെയ്താണ്ട് ആഡ് ചെയ്യാം. പിന്നെ എന്റർടൈൻമെന്റ് അലവൻസ് അത് 1,000 രൂപ. അതും 12 കൊണ്ട് ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്യാം. പിന്നെ DA ഗിവൺ അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് അത് 1,000 രൂപയാണ്. അതും 12 കൊണ്ട് ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്യാം. പിന്നെ ഉള്ളത് ബോണസ് ആണ് 4,000 രൂപ. അതും ഇതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ കിട്ടുന്നതാണ് 4,000 രൂപ. അത് കഴിഞ്ഞ് പിന്നെ കാണേണ്ടതാണ് എംപ്ലോയർ ഓൺ സച്ച് അക്കോമഡേഷൻ. അതിൽ അക്കോമഡേഷൻ സിറ്റിയിലെ പോപ്പുലേഷൻ ബേസിലാണ്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വാല്യൂ ആണ്. അപ്പോൾ പോപ്പുലേഷൻ എക്സീഡ് 25 ലക്ഷമാണ്. അതായത് ബാംഗ്ലൂരിൽ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 25 ലക്ഷം എബവ് പോപ്പുലേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സോ സാലറി 50%. സാലറി 50% എന്ന് പറയുമ്പോൾ 64,000 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ നമുക്ക് 9,600 രൂപ കിട്ടും. അടുത്തത് വാല്യൂ ഓഫ് ഫർണിച്ചറാണ് കണ്ടത്. അതിന് ക്വസ്റ്റ്യനിൽ ഹയർ ബൈ എംപ്ലോയിൻ്റെ റെന്റ് ചാർജ് 1,000ഉം 2,000ഉം എടുക്കാം. അത് ഫുൾ എമൗണ്ട് വാല്യൂ ഓഫ് ഫർണിച്ചറിലേക്ക് നമ്മൾ എടുക്കും, ഹയർ ബൈ എംപ്ലോയർ ആണെങ്കിൽ മാത്രം. അപ്പോൾ അത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3,000 രൂപ കിട്ടും. പിന്നുള്ളത് ഓൺഡ് ബൈ എംപ്ലോയിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ആണ്. അതെന്ന് പറയുന്നത് ഒറിജിനൽ കോസ്റ്റിൻ്റെ 10%. അതായത് 40,000 പ്ലസ് 3,000 അപ്പോൾ 7,000 കിട്ടും. എന്നിട്ട് ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3,700 രൂപ കിട്ടും. അത് കഴിഞ്ഞിട്ട് വാല്യൂ ഓഫ് അക്കോമഡേഷൻ കാണാം. അതിന് വാല്യൂ ഓഫ് അൺഫർണിച്ചേർഡ് അക്കോമഡേഷൻ എമൗണ്ടും ഫർണിച്ചർ വാല്യൂ അത് കൂട്ടുക. അത് രണ്ടും കൂട്ടിയാണ്ട് അപ്പോൾ നമുക്ക് 13,300 രൂപ കിട്ടും. ഇനി രണ്ടാമത്തെ കേസിൽ പറയുന്നത് എംപ്ലോയർ ഹയർ സച്ച് അക്കോമഡേഷൻ ₹750 പെർ മന്ത് ആണ്. അതിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടത് 50% സാലറിയും ആക്ച്വൽ റെന്റ് ചാർജാണ്. അതിൽ 50% സാലറി നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള 9,600 ആണ്. ആക്ച്വൽ റെന്റ് ചാർജ് എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റനിൽ തന്നിട്ടുള്ള 750 പറയുന്നത് ഒരു മാസത്തേതാണ്. അപ്പോൾ അതിനെ 750 ഇൻറ്റു 12 ചെയ്യാം. അപ്പോൾ നമുക്ക് 9,000 രൂപ കിട്ടും. അത് പിന്നെ നമ്മൾ ഇതിൽ ലെസ് ആയിട്ടുള്ള ഒരു സംഖ്യ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. അത് വാല്യൂ ഓഫ് അൺഫർണിച്ചേർഡ് അക്കോമഡേഷനായി നമ്മൾ കൂട്ടും. അത് 9,000 രൂപയാണ്. അത് കഴിഞ്ഞിട്ട് വാല്യൂ ഓഫ് ഫർണിച്ചർ കാണാം. വാല്യൂ ഓഫ് ഫർണിച്ചർ നമ്മൾ ആദ്യം കണ്ട 3,700 തന്നെയാണ്. അത് ആഡ് ചെയ്യുക. അതും 9,000ഉം കൂട്ടുക. അങ്ങനെ നമുക്ക് 12,700 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാണ്.